സ്വാമിനി എത്തിക്കഴിഞ്ഞു. ഗുരുദേവനും കുടുംബജീവിതവും, ഗുരുദേവ ദർശനവും കുടുംബജീവിതവും എന്ന വിഷയത്തെ ആസ്പദമാക്കി സ്വാമിനി നമ്മളോട് സംസാരിക്കും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞു, യൂട്യൂബിലൊക്കെ സ്വാമിനിയുടെ ധാരാളം പ്രഭാഷണങ്ങളുണ്ട്, അതാരെങ്കിലുമൊക്കെ ഒന്ന് കേട്ടിട്ട് വേണം വരണം. ഇപ്പോൾ മാത്രമേ അതിൻ്റെ ഇമ്പോർട്ടൻസ് എത്ര വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കുകയുള്ളൂ. ഇന്ന് നമ്മൾ യൂട്യൂബിൽ കൂടിയൊന്നുമല്ല, നേരിട്ട് ആ പ്രഭാഷണം ആസ്വദിക്കാൻ പോവുകയാണ്. സ്വാമിനിയെ ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वर गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। नमो भगवते नित्यशुद्धमुक्तमहात्मने नारायणयतीन्द्राय तस्मै श्रीगुरवे नमः। नारायणयतीन्द्राय तस्मै श्रीगुरवे नमः। ॐ नमः परमर्षिभ्यो नमः परमर्षिभ्यः। SNDP യോഗം 163 ശാഖ ശ്രീനാരായണ പ്രബോധ ചന്ദ്രോദയ യോഗത്തിൻ്റെ ആഭിമുഖ്യത്തിൽ 2 ദിവസങ്ങളിലായി നടത്തപ്പെടുന്ന ഗുരുപഥം എന്ന ഈ മഹനീയമായ പരിപാടിയിലേക്ക് എന്നെ സ്നേഹപുരസ്സരം ക്ഷണിച്ച, ഞാൻ ഏറെ ആദരിക്കുന്ന സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട സുഗതേട്ടൻ, ഇതിൻ്റെ നല്ലവരായ കാർത്തികൻ ചേട്ടനെ പോലുള്ള സംഘാടകരെ,
ഞാൻ ഒരുപാട് വൈകി. ഞാൻ ആദ്യമേ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. ഇത്രയും വൈകിയിട്ടും നിങ്ങൾ ഒരു അക്ഷമരാകാതെ ഇവിടെ ഇരിക്കുന്ന ഗുരുവിൻ്റെ പ്രിയ ഭക്തരെ എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ചെറുതായിട്ടല്ല വൈകിയത് എന്നറിയാം. അതുകൊണ്ട് വല്ലാത്തൊരു വിഷമം എൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് തോന്നുകയാണ്. മറ്റൊന്നും ആയിരുന്നില്ല, ആശ്രമത്തിൽ തന്നെ ഒരു പ്രോഗ്രാമായിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല, ഗുരു നിത്യ ചൈതന്യ യതിയെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ഗുരു നിത്യ ചൈതന്യ യതിയുടെ പേരിലുള്ള ആശ്രമത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ടാണ് എൻ്റെ പേരും നിത്യചിന്മയി എന്നൊക്കെ ആയത്. അപ്പോൾ ഗുരു സമാധിയായിട്ട് 26ാമത് വർഷമാണ് ഈ 14-ാം തീയതി വരുമ്പോൾ. അപ്പം നമ്മുടെ ആശ്രമത്തിൽ ആകെയുള്ളൊരു ആഘോഷം, ഒരു ചടങ്ങ് എന്ന് പറയുന്നത് ഈ ഗുരു നിത്യചൈതന്യ യതിയുടെ സമാധി വാർഷിക ദിനമാണ്. ബാക്കിയെല്ലാം കുഞ്ഞായിട്ട് ഇങ്ങനെ ആഘോഷിക്കും. അല്ലാതെ ഒരു മുഖ്യ ആചരണം എന്ന് പറയുന്നത് ഈ നിത്യസ്മൃതിയാണ്, നിത്യചൈതന്യ യതിയുടെ സമാധി. അപ്പം അത് ആശ്രമത്തിൽ നടക്കരുത്. സുഗതേട്ട വിളിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. കാരണം അത്രയും പ്രിയപ്പെട്ടതാണ്, പ്രിയപ്പെട്ട സുധാന്റിയുടെ സഹോദരൻ, പ്രിയപ്പെട്ട സുധേട്ടനായതുകൊണ്ട്. അപ്പോൾ അത് അവിടെ നിന്ന് ഇറങ്ങാനായിട്ട് അല്പം വൈകി. അതുകൊണ്ട് ആണ് എത്താനും വൈകിയത്. ഒന്നുകൂടി ക്ഷമ ചോദിക്കുന്നു. ഇന്നലെ മുതൽ നിങ്ങളെല്ലാവരും നല്ലൊരു ഗുരുവിനെ കുറിച്ചുള്ള അറിവിലൂടെ, ഗുരുവിനെ കുറിച്ചുള്ള ഒരു സ്മൃതിയിലൂടെ, ഗുരുവിനെ കുറിച്ചുള്ള ഒരു ആചരണത്തിലൂടെയൊക്കെ കടന്നു പോവുകയാണ്. അപ്പോൾ ഗുരുപഥം എന്നതിന് പേര് തന്നെ എത്ര മനോഹരമായ പേരാണ് ഇതിനിട്ടിരിക്കുന്നത്. ഗുരുപഥം എന്ന് പറഞ്ഞാൽ എന്താ? ഗുരുവിൻ്റെ മാർഗം അല്ലേ, ഗുരുവിൻ്റെ പാത. ഗുരുപഥത്തിലൂടെയുള്ള ഒരു യാത്ര. നമ്മുടെ ജീവിതത്തിൽ ഏത് പാതയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് എന്ന് ചോദിച്ചാൽ അത് ഗുരുവിൻ്റെ പാതയാണ് അല്ലേ. ആ പാതയോളം സുന്ദരമായ ഒരു പഥം നമുക്ക് വേറെ എങ്ങും കാണാൻ കഴിയില്ല. അത് സത്യത്തിലേക്കുള്ള, നന്മയിലേക്കുള്ള ഒരു വഴിയാണ്. അതുകൊണ്ടാണ് ആശാൻ പാടിയത്, ആരായുകിൽ അന്ധത്വമൊഴിച്ചാതിമഹസിൻ നേരാം വഴി കാട്ടും ഗുരുവല്ലോ പരദൈവം. നേരാം വഴി കാട്ടും ഗുരുവല്ലോ പരദൈവം. ഗുരുവിൻ്റെ പഥം അബദ്ധസഞ്ചാരമായിരുന്നില്ല. പഥത്തിൻ്റെ വിപരീതമാണ് അബദ്ധം. അബദ്ധസഞ്ചാരമായിരുന്നില്ല ഗുരുവിൻ്റെ യാത്ര. കൃത്യമായ വഴിയിലൂടെയുള്ള യാത്രയായിരുന്നു. അതുകൊണ്ടാണ് ആശാൻ അത് അറിഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞത്, നേരായ വഴി കാട്ടിത്തരുന്ന. എല്ലാവരും വഴി പറഞ്ഞു തരും. ഇപ്പം ഞാൻ ചോദിക്കുകയാണ്, റോഡിലേക്ക് അവരോട് ചോദിക്കുകയാണ്, പോണേക്കരയിലേക്കുള്ള വഴി ഏതാ? എനിക്ക് ഭാഗ്യത്തിന് ചോദിക്കേണ്ട വന്നില്ല. ഈ അമൃത ഹോസ്പിറ്റലിൻ്റെ സിഗ്നൽ ഇങ്ങനെ ഗീവ്സിട്ട് വെച്ചേക്കണ കൊണ്ട്. അല്ലെങ്കിൽ ഞാൻ പെട്ടുപോയേനെ. കാരണം എൻ്റെ ഫോണിൽ പൈസ തീർന്നു, ഞാൻ ചാർജ് ചെയ്യാൻ മറന്നുപോയി. അപ്പം കാർത്തികേയൻ ചേട്ടൻ എനിക്ക് ലൊക്കേഷൻ അയച്ചു തന്നിട്ടുണ്ടെങ്കിലും ലൊക്കേഷൻ ഓൺ ആവുന്നില്ല. അപ്പം ഞാൻ ഓർത്ത്, ഈശ്വര, ഞാൻ ഈ നോർത്ത് പറവൂർ വരെ എത്തുമോ? എവിടെ എത്തുമ്പോഴാണ് ഇങ്ങോട്ട് തിരിയേണ്ടത്? ഞാൻ എന്തായാലും വേണ്ടില്ല, ഇവിടെ എത്തുമ്പോൾ ഇടത്തോട്ട് തിരിയാം എന്ന് വിചാരിക്കുമ്പോഴേക്കും ഒരു പച്ച ബോർഡിൽ അമൃത ആശുപത്രി. അമൃത ആശുപത്രിയുടെ ഉള്ളിലാണ് പോണേക്കരാന്ന് എനിക്കറിയാം, നല്ല നിശ്ചയമാണ്. അപ്പോൾ ഈ സൈൻ ബോർഡുകളാണ് വഴി തെറ്റിക്കാതെ ഇവിടെ എത്തിച്ചത്. അപ്പോഴെങ്കിലും 3 മണിയായി, അപ്പോഴെങ്കിലും നമ്മളിവിടെ എത്തിക്കുന്നത് കൃത്യമായ സൈൻ നമുക്ക് കിട്ടുന്നത് കൊണ്ട്. ഈ സൈൻ ബോർഡ് ഇല്ലെങ്കിലോ നമുക്ക് വാഹനം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വാഹനം ഓടിക്കാൻ അറിയാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ എത്തൂല. എത്തും, എപ്പോഴെങ്കിലും ഒക്കെ എത്തും അല്ലേ, എന്നെങ്കിലും എത്തും. എന്നെങ്കിലും ഒരിക്കൽ ചോദിച്ച് പിടിച്ച് വഴി തെറ്റി പറഞ്ഞൊക്കെ എത്തും. അപ്പോൾ ഈ സൈൻ ബോർഡുകളാണ് നമ്മളെ കൃത്യമായ ഒരിടത്ത് എത്തിക്കുന്നത് പോലെയാണ് ഗുരു പ്രവർത്തിക്കുന്നത്. ഗുരു ഒരു കൃത്യമായ സൈൻ ബോർഡാണ്. വഴി അറിയാതെ യാത്ര ആരംഭിക്കുന്ന ആളുകൾക്ക് ഇതിലെ പൊക്കോളൂ കേട്ടോ, ഇതിലെ പൊക്കോളൂ കേട്ടോ, ഇതിലെ പൊക്കോളൂ കേട്ടോ എന്ന് പറഞ്ഞാൽ ഗുരു ചൂണ്ടിക്കാണിച്ചു തരുന്ന ആ വഴിയിലൂടെ തന്നെ നടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ലക്ഷ്യസ്ഥാനത്തെത്താം. അതാണ് ഗുരുവിൻ്റെ വഴിയുടെ പ്രത്യേകത. അതെന്തുകൊണ്ടാണ്? അത് നേരായ വഴിയാണ്. അതൊരു കുറുക്ക് വഴിയല്ല, അതൊരു വളഞ്ഞ വഴിയല്ല. നരണ ഗുരുദേവൻ
നമ്മോട് പറഞ്ഞു തന്നിരിക്കുന്ന വഴി ഋജുവായ വഴിയാണ്. നമ്മൾ ചില ആളുകളെ കണ്ടിട്ടില്ലേ, എത്ര സ്ട്രെയിറ്റ് ഫോർവേഡ് ആണെന്ന് പറയൂ അല്ലേ, നേരെ ചൊവ്വ, നേരെ വാ നേരെ പോ, ഒരു കള്ളത്തരം ഇല്ല. എത്ര വളർന്നാലും അവരുടെ ഉള്ളിൽ കള്ളത്തരം ഉണ്ടാവില്ല. എന്തും എങ്ങനെയാണ്, നേരെ വാ നേരെ പോ. അവർക്ക് അറിയില്ല, വളഞ്ഞ വഴി അവർക്ക് അറിയില്ല. കുടിലമായിരിക്കുന്ന ബുദ്ധി ഇല്ലാത്തത് കൊണ്ട് തന്നെ കുടിലമായിരിക്കുന്ന വഴികൾ തേടിയും അവർ പോവില്ല. സത്യത്തിന്റെ ഒരു മാർഗമുണ്ട്. ആ മാർഗം കല്ലും മുള്ളും ഉള്ളതാണെങ്കിൽ പോലും ആ സത്യമാർഗത്തിലൂടെ തന്നെയാണ് സത്യസന്ധനായ ഒരുവൻ സഞ്ചരിക്കുന്നത്. അത്രയ്ക്കും സത്യസന്ധനായ ആത്മജ്ഞാനിയായ ഒരു ഋഷിയായിരുന്നു നാരായണ ഗുരുദേവൻ. അതുകൊണ്ട് തന്നെ ആ ഗുരു നമുക്ക് കാട്ടിത്തന്ന വഴിയും സത്യത്തിന്റെ നേരായ വഴിയായിരുന്നു. അതുകൊണ്ട് ആശാൻ പറഞ്ഞത് ആരായുകിൽ, ഇത് ആർക്കേ മനസ്സിലാവുള്ളൂ, ആരായുന്നവർക്കേ മനസ്സിലാവുള്ളൂ, ആരായാത്തവർക്ക് മനസ്സിലല്ല. നാരായണ ഗുരു ലോകത്തും തോരം ഗുരുക്കന്മാരുണ്ട്, അതുപോലെ ഒരു തന്നെ ഒരു ഗുരു എന്ന് പറയും. പക്ഷെ ആ ഗുരു, എൻ്റെ ഗുരു മറ്റെല്ലാറ്റിൽ നിന്നും വ്യത്യസ്തമാണ്, മറ്റെല്ലാറ്റിൽ നിന്നും ശ്രേഷ്ഠമാണ് എന്ന് നമ്മൾ അറിയുന്നത് എപ്പോഴാണ്? ആരായുമ്പോഴാണ്. ആരായിക എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമായി അന്വേഷിക്കുമ്പോൾ, ആഴത്തിൽ വിചാരം ചെയ്യുമ്പോൾ, വേണ്ടവണ്ണം കേൾക്കുമ്പോൾ, ആത്മാർത്ഥമായി സമീപിക്കുമ്പോഴാണ് ഇത് എൻ്റെ ഗുരു വേറല്ലോ വക്രശോഭ മമ ഗുരുവിന് വേറിന്നു മന്ദസ്മിതാഭ. ആശ വേറൊരിടത്ത് പാടിയതാ, വേറല്ലോ വക്രശോഭ. എൻ്റെ ഗുരുവിൻ്റെ മുഖം ഒന്ന് നോക്കിയേ, എന്താ ഭംഗി! ആ വക്രത്തിന്റെ ശോഭയൊന്ന് നോക്കൂ. എത്ര ആ ആകാരം പോലും, ആ ശരീരം പോലും മുക്തിദായകമായി തീരുന്ന ഒരവസ്ഥയില് ഒരു ഭക്തൻ പാടുകയാണ്, വേറല്ലോ വക്രശോഭ. എല്ലാ ഗുരുക്കന്മാരുടെ മുഖത്തും ചൈതന്യം ഉണ്ടാവും, പക്ഷെ എൻ്റെ ഗുരുവിന്റെ മുഖത്തെ ശോഭ ഒന്ന് വേറെ തന്നെ. മമ ഗുരുവിന് വേറിന്നു മന്ദസ്മിതാഭ. എൻ്റെ ഗുരുവിന്റെ പുഞ്ചിരി പോലും വേറിട്ടതാണ്. എൻ്റെ ഗുരുവിന്റെ മന്ദഹാസത്തിന് പോലും ഒരു പ്രത്യേക ചന്തമാണ്. ആശാൻ പാടിയതാ. അതെന്തുകൊണ്ടാ ചോദിച്ചാല്, ആരാധകൻ ആരാധ്യനായിരിക്കുന്ന ഭഗവാനോടുള്ള ഇഷ്ടം കൂടുമ്പോ ലോകത്ത് ഏറ്റവും സുന്ദരമായ വസ്തുവായിട്ട് അവന്റെ ഗുരു മാറുകയാണ്. അതാണ് സൗന്ദര്യ ദർശനം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ കണ്ട ഒരാളാണ് കുമാരനാശൻ. ഗുരുവിനെ അത്തരത്തിൽ ആഴത്തിൽ തൊട്ടറിഞ്ഞ മഹാത്മാവാണ്. ആ ഗുരുവിന്റെ പുഞ്ചിരി പോലും ആശാന്റെ ഉള്ളില് തെളിഞ്ഞ ഒരു കവിത സൃഷ്ടിച്ചു എന്നുള്ളതാണ്. ഇപ്പൊ സുബ്രഹ്മണ്യനെ സ്തുതിക്കുമ്പോ തന്നെ ഗുരു പാടുന്നില്ലേ, ഓമൽ ചുണ്ടും വിതുമ്പി ചെറുചിരി ചിതറി തിങ്കളിൽ പങ്കജപ്പൂതാവിത്തൂവും കടാക്ഷത്തിരുമധുമധുരം മാറികോരിച്ചൊരിഞ്ഞും കാമം മുൻപായി മുളയ്ക്കും കളമുളകളറുത്തുൾനിലത്തൻപുവിത്തിട്ടീ മദ്ഭക്തി പൊടിപ്പിൻ പയിർക്കതിർ വരുമാറാകണേ താരകാരേ. ഏറ്റവും അരുമയോടെ, ഏറ്റവും വാത്സല്യത്തോടെ ഗുരു വിളിച്ചത് മുരുകനെയാണ്. രണ്ടുപേരും കൊച്ചു കുട്ടികളെ പോലെ അല്ലെ, ഒരു 8-10 വയസ്സുള്ള ബാലന്മാരുടെ സംഗമത്തില് ബാലന്മാരെ അങ്ങടും ഇങ്ങടും കാണുന്ന പോലെ വിളിക്കുന്ന പോലെയാണ് സുബ്രഹ്മണ്യനെ വിളിക്കുന്നത്. ഈ ഗുരുദേവ കൃതികളില് ഇത്രയും സുന്ദരമായ സുബ്രഹ്മണ്യ സ്തോത്രങ്ങളെ പോലെ സുന്ദരമായ പദാവലികളെ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള കവിത ഉണ്ടോ എന്ന് ചോദിച്ചാൽ അപൂർവമാണ്. അത്രയും മനോജ്ഞമാണ്. എങ്ങനെയാണോ ആ സുബ്രഹ്മണ്യനെ കാണുമ്പോഴുള്ള ഭംഗി, ആ ചേല്, ആ ഐശ്വര്യം, അതൊക്കെ ഗുരുവിനെ ഹഠാത് ആകർഷിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ബാലനാണ്, കുമാരൻ എന്നാണ് സുബ്രഹ്മണ്യനെ പറയാ. കുമാരദശ വിട്ട് അങ്ങോട്ട് പോയിട്ടില്ല, കൗമാരം വിട്ടൊരവസ്ഥയില്ല. സാധാരണ ദേവന്മാരെ അങ്ങനെ തന്നെയാണ് പറയാ, ത്രിദശ എന്നൊരവസ്ഥയിൽ അവര് കൊള്ളു, യൗവനം വരെ ഉള്ളൂ, പിന്നെ അങ്ങോട്ട് പോവില്ല എന്നാണ്. ഇതിൽ മുരുകനോ കുമാരനാണ്, കുമാരാവസ്ഥയാണ്, ബാലനാണ്. ബാലനായതുകൊണ്ട് തന്നെ മുരുകനെ വിളിക്കുമ്പോൾ വല്ലാത്തൊരു സ്നേഹമാണ്, വല്ലാത്തൊരു വാത്സല്യമാണ്. നല്ല സ്നേഹമുള്ള ഒരമ്മ
കുട്ടികളെ വിളിക്കുന്ന പോലെയാണ് ഗുരു മുരുകനെ വിളിക്കുന്നത്. അവിടെയും ഈ പുഞ്ചിരി, ആശാൻ ഗുരുവിനോട് പറഞ്ഞ അല്ലെങ്കിൽ ഗുരുവിനോട് ഉപമിച്ച പുഞ്ചിരി നാരായണ ഗുരുദേവൻ സുബ്രഹ്മണ്യനെ വിളിച്ചിട്ടുണ്ട്. ഓമൽ ചുണ്ടും വിതുമ്പി, നോക്കൂ, ഓമൽ ചുണ്ടും വിതുമ്പി ചെറുചിരി ചിതറി. മുരുകന്റെ ചിരിയെ കുറിച്ച് പറയാണ്, ഓമൽ ചുണ്ടും വിതുമ്പി. ഇങ്ങനെ പല്ല് കാണിച്ചല്ല ചിരിക്കുക, മന്ദഹാസമാണ്. നമ്മൾ ബുദ്ധന്റെയൊക്കെ മുഖത്ത് കാണുന്ന ഒരു മന്ദഹാസല്ലേ, അല്ലെ? ബുദ്ധൻ പൊട്ടിച്ചിരിക്കുകയല്ല, ബുദ്ധന്റെ മുഖത്ത് തന്നെ എപ്പോഴും ഒരു മന്ദഹാസമുണ്ട്. അതാണ് ശരിക്കും പുഞ്ചിരി. ആ ഓമൽ ചുണ്ടൊന്ന് വിതുമ്പുള്ളൂ. കൊച്ചു കുട്ടികൾ കരയാൻ നിൽക്കണ ഭാവം കണ്ടിട്ടില്ലേ? അപ്പോഴാണ് നമ്മൾ ഇത് വിതുമ്പണു പറയും, അല്ലെ? ഇവിടെയൊക്കെ ഒരു ചെറിയൊരു വിറ വരും, ഇവിടെയൊക്കെ ഒന്ന് വിങ്ങും, ഇവിടെയൊക്കെ ഒന്ന് തിങ്ങും, അല്ലേ? ഈ തിങ്ങി വിങ്ങുന്ന ഈ ഒരു ചെറിയ അവസ്ഥയുടെ പേരില് ഗുരു അതിനെ കവിതയാക്കി എന്നുള്ളതാണ്. ഓമൽ ചുണ്ടും വിതുമ്പി ചെറുചിരി ചിതറും, ഒരു കുഞ്ഞു ചിരി. തിങ്കളിൽ പങ്കജപ്പൂതാവിത്തൂവും കടാക്ഷത്തിരുമധുമധുരം മാരി കോരിച്ചൊരിഞ്ഞും. ആ നോട്ടം എങ്ങനെയാണ് മുരുകന്റെ നോട്ടം, അല്ലേ? ഇങ്ങനെ ഇരിക്കണമെന്ന് വിചാരിക്കണ്ട. ആള് നിസ്സാരക്കാരനല്ല കേട്ടോ, ആള് വളരെ ശക്തിവാനാണ്. ആ നോട്ടം എങ്ങനെയാണ്? ആ നോട്ടത്തില് തന്നെ തേനൂർന്ന നോട്ടം എന്നാണ് ഗുരു വർണ്ണിച്ചത്. സുബ്രഹ്മണ്യൻ എങ്ങനെയാണ് ഭക്തനെ നോക്കുന്നത്, ഭഗവാൻ എങ്ങനെയാണ് ഭക്തരെ നോക്കുന്നത്? തേനൂർന്ന നോട്ടമാണ്, മധുവാണ് വർഷിക്കുന്നത്. തിരുമധുമധുരം മാരികോരിച്ചൊരിഞ്ഞും, അമൃതത്തിന്റെ തേനിന്റെ മധുവിന്റെ ഒരു വർഷപാതം ഇങ്ങനെ നടത്തിയും ഇങ്ങനെ അനുഗ്രഹിക്കുന്നത്. ആ മുരുകനോട് പറയാണ്, മുരുക എനിക്ക് നന്നായി പ്രാർത്ഥിക്കണമെന്നുണ്ട്, നന്നായി ഉപാസിക്കണം എന്നുണ്ട്, നല്ല ജീവിതം ജീവിക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ എൻ്റെ മനസ്സ് ഇത്തിരി കുഴപ്പക്കാരനാ. ഞാൻ വിചാരിക്കണ പോലെയൊന്നും എൻ്റെ മനസ്സ് അങ്ങോട്ട് പിടുത്തം കിട്ടണില്ല, എൻ്റെ വരുതിയിലേക്ക് വരുന്നില്ല. അവിടെയാണ് പറയുന്നത്, കാമം മുൻപായി മുളയ്ക്കും കളമുളകൾ അറുത്ത് ഉൾനിലത്ത് അൻപു വിത്തിട്ട് ഈ മദ്ഭക്തി പൊടിപ്പിൻ. വായിക്കാറില്ല ഇത്? നിങ്ങൾ ഇന്ന് വായിക്കണം കേട്ടോ. നിങ്ങൾ സുബ്രഹ്മണ്യന്റെ സ്വന്തം ആളുകളാ, കാണാതെ പഠിക്കണത്. എവിടെയൊക്കെ വന്ന് ഉറക്ക ചൊല്ലണം. ശ്രീരാമകൃഷ്ണ പരമഹംസര് പറയും, നാമം ചെല്ലാൻ നാണക്കേട് വിചാരിക്കേ ചെയ്യരുത്, നാമജപം ഉറക്ക നടത്തിക്കോളൂ, അതിലൊരു ലജ്ജയും പാടില്ല എന്ന്. നാമം ചെല്ലണേനൊന്നും ഒട്ടും നാണിക്കണ്ട, ഒരു ലജ്ജയുടെയും ആവശ്യമില്ല. നടരാജഗുരു നിത്യഗുരുവിന്റെ അടുത്ത് പറയും, ഈ ദൈവത്തെ ഇങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു പേരും കൊടുക്കാതെ ദൈവമേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് നാരായണ ഗുരു അല്ലാതെ മറ്റാരാണ്? ഒക്കെ എല്ലാവരും അവർക്കിഷ്ടമുള്ള മതത്തിന്റെ പേരിലൂടെയാണ് ദൈവത്തെ വിളിക്കുന്നത്. അതിപ്പോ ശിവനായാലും അള്ളാഹു ആയാലും യേശു ആയാലും. പക്ഷെ ഗുരുദേവൻ ദൈവത്തെ വിളിച്ചപ്പോ എല്ലാവർക്കും സ്വീകാര്യമായ ദൈവമേ. അത് ഒരു ക്രിസ്ത്യാനിക്കും എതിർപ്പില്ല, ഒരു മുസൽമാനും എതിർപ്പില്ല, ഒരു ഹിന്ദുവിനും എതിർപ്പില്ലാത്തൊരു പദമാണ്. പൊതുവെ ഒരു സാമാന്യ പദമാണ് എന്ത്? ദൈവമേ. അതുകൊണ്ടാണ് ദൈവദശകം വിശ്വമത പ്രാർത്ഥനയാണ് എന്ന് പറയണതിന്റെ കാരണം. ഒരു വിധത്തിലുള്ള സങ്കുചിതത്വങ്ങളും അതിൽ കാണാൻ കഴിയില്ല. ഈ പ്രപഞ്ചശക്തിയെ ആകവെ എടുത്തിട്ടാണ് ദൈവമേ എന്ന് പറയുന്നത്. അപ്പോ ഈ നടരാജഗുരു നിത്യചൈതന്യതിയോട് പറയാണ്, നിത്യഗുരുവിന്റെ അടുത്ത് ഇങ്ങനെ പറയാണ്, നിത്യ ഈ ദൈവം, ഇങ്ങനെ ഒരു ദൈവത്തെ നാരായണഗുരു പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. പക്ഷെ ചില പരിഷ്കാരികൾക്ക് ദൈവത്തിലും പ്രാർത്ഥനയിലും ഒന്നും വിശ്വാസമില്ല. നടരാജഗുരു തനിയെ പറയാ, ചില പരിഷ്കാരികൾക്ക് ദൈവത്തിലും പ്രാർത്ഥനയിലും ഒന്നും വിശ്വാസമില്ല. നമ്മുടെ മനസ്സിൽ ദൈവത്തിനും പ്രാർത്ഥനയ്ക്കും ഒക്കെ സ്ഥാനമില്ലാണ്ടായാൽ അവിടെ വളരെ മലീമസമായ മറ്റെന്തെങ്കിലും കയറിയിരിക്കും. മനസ്സിന്റെ ഒരു സ്വഭാവമാണത്. മനസ്സ് ശൂന്യമാകും. മനസ്സിന് എന്തെങ്കിലും വേണം അകത്ത് വെക്കാൻ. മനസ്സ് എന്തെങ്കിലും തേടിക്കൊണ്ടിരിക്കും പ്രതിഷ്ഠിക്കാൻ. ആ പ്രതിഷ്ഠിക്കേണ്ടിടത്ത് പ്രതിഷ്ഠിക്കേണ്ട വിഷയത്തെ പ്രതിഷ്ഠിച്ചില്ലെങ്കിൽ മനസ്സ് എന്ത് ചെയ്യും? മനസ്സ് അതിന്റെ പുറകെ പോകും. അപ്പോ ഒന്നിനെ മാറ്റി വെച്ചു എന്ന് കേമത്തം പറയുമ്പോ മലീമസമായ ഒന്നിനെ നമ്മൾ പകരം വെക്കുന്ന പ്രവണത ഉണ്ടാവരുത്. അതിലും എത്രയോ നല്ലതാണ് ഹൃദയത്തെ ഒരു ദേവാലയമാക്കുന്നത് എന്ന് പറയാം. ആ ഹൃദയത്തില്
ആ മനസ്സിൽ കാമം മുൻപായി മുളയ്ക്കും കളമുളകൾ, അല്ലേ? മനസ്സൊരു കൃഷിസ്ഥലാണെന്ന് സങ്കല്പിക്കുക. നമ്മൾ നല്ലൊരു കർഷകനാണ് എന്ന് വിചാരിക്കുക, അല്ലേ? ഗുരു കൃഷിയൊക്കെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്, അല്ലേ? കൃഷി ചെയ്യണം, കൃഷി മാനവരാശിയുടെ നട്ടെല്ലാണ് എന്നാണ് പറഞ്ഞത്. കാരണം കർഷകനുണ്ടാകുന്ന ആത്മാനന്ദമൊന്നും വേറെ ഒരു ജോലി ചെയ്യുന്ന ആൾക്കും ഉണ്ടാവില്ല. കാരണം എന്താ? ഏറ്റവും ജൈവികമായിരിക്കുന്ന ഒരു പ്രവൃത്തി ദിവസവും കാണുന്ന ആള് ഒരു കർഷകനാണ്, ഒരു ഫാർമറാണ്. പുതിയ മുകുളങ്ങൾ, പുതിയ ഇലകൾ, പുതിയ പൂവുകൾ, പുതിയ കായ്കൾ. നമ്മളൊക്കെ ഇങ്ങനെ യന്ത്രമെഷീനിന്റെ ഒക്കെ ലോകത്ത് ജോലി ചെയ്യുമ്പോൾ കർഷകനാണ് ഓരോന്നും വളർന്നു വരുന്ന ആ ജീവവായുവിനെയും ജലത്തെയും വായുവിനെയും ഒക്കെ സ്വീകരിച്ച് അതിന് പുതിയ ജീവൻ ഉണ്ടാകുന്ന നാമ്പ് കാണുമ്പോൾ നല്ല കർഷകന് ഒരില അധികം വന്ന കണ്ട അവന് മനസ്സിലാവുകയും ചെയ്യും, അവന് സന്തോഷം ഇരട്ടിയാവുകയും ചെയ്യും. ഇന്നലെ കണ്ട ചെടിയിൽ നിന്ന് ഒരില ഒന്ന് കൂടി കണ്ടാൽ മതി, ഒരു ചെറിയ കിസലയം, ഒരു ചെറിയ തളിരില കണ്ടാൽ മതി, കർഷകന് വലിയ സന്തോഷമാണ്. അത് നല്ല കർഷകന്റെ ഒരു ഭാവമാണ്. അവൻ തേടുന്നത് തന്നെ ജീവന്റെ ഈ ഉത്പത്തിയാണ്, ജീവന്റെ ഈ അഭിവൃദ്ധിയെയാണ്. അപ്പൊ അതുകൊണ്ട് ഈ കൃഷിസ്ഥലം പോലെയാണ് നല്ല കർഷകന്റെ വിളനിലമായിരിക്കണം, നല്ല കർഷകൻ കൊണ്ട് നടക്കുന്ന വിളനിലം പോലെ ആയിരിക്കണം ഒരു ഭക്തന്റെ മനസ്സും എന്ന് പറയാം. ആ മനസ്സിൽ എന്ത് വരാൻ സാധ്യതയുണ്ട്? കളകളുണ്ടാവും, അല്ലേ? നമ്മൾ നല്ല ഒരു കൃഷി ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ ആദ്യം ചെയ്യുന്നത് ഭൂമി വൃത്തിയാക്കി മണ്ണൊരുക്കുക എന്ന് പറയുന്ന പദ്ധതിയാണ്. വെറുതെ കാട് പിടിച്ച് നടക്കണോടത്ത് കൊണ്ടുവന്ന് വാഴ വെച്ചാലൊക്കെ വാഴയ്ക്ക് ഇട്ട് കൊടുക്കണ വെള്ളമൊക്കെ കാട് തിന്ന് കളയും, വാഴ ശോഷിച്ച് തന്നെ ഇരിക്കും. അതുകൊണ്ട് കർഷകൻ എന്ത് ചെയ്യും? എന്താണോ കർഷകൻ നടാൻ ഉദ്ദേശിച്ച വിത്ത് അത് മാത്രം വളരണം, അവിടെ ബാക്കിയെല്ലാം പോകണം എന്നുള്ള ആഗ്രഹം കർഷകനുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എല്ലാ കളകള്, എല്ലാ ആവശ്യമില്ലാത്ത പാഴ്ചെടികളൊക്കെ പറിച്ചു കളയും. ഈ പറിച്ചു കളയല് കൃഷിസ്ഥലത്ത് മാത്രം ചെയ്യേണ്ടുന്നതല്ല, പിന്നെയോ നമ്മളുടെ മനസ്സിലും ചെയ്യണം. കാരണം മനസ്സില് ഇഷ്ടം പോലെ ഇങ്ങനത്തെ പാഴ്ചെടികളുണ്ട്. അതിലൊന്നാമനാണ് ആര്? കാമം. കാമം മുൻപായി മുളയ്ക്കും. കാമത്തിൽ നിന്ന് തുടങ്ങുന്ന ഈ കളകൾ, കാമത്തിൽ നിന്ന് തുടങ്ങുക എന്ന് പറഞ്ഞാൽ എന്താ? 5-6 കളകളുടെ പേര് പൂർവിക ആചാര്യന്മാര് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെ? ഷഡ്വൈരികൾക്ക് വിളയാട്ടമാക്കരുത് എന്ന് പറയില്ലേ? ആരാ ഈ ഷഡ്വൈരി? ആരാ നമ്മളുടെ 6 ശത്രുക്കള്? ഞാൻ ഇന്ന് വരെ എനിക്ക് ഒറ്റ ശത്രു ഉണ്ടായിട്ടില്ല. നമ്മൾ വലിയ വീരസ്യൊക്കെ പറയും, ശത്രു പുറത്തൊന്നുമല്ല, അല്ലേ? ഒരു ശത്രുവും പുറത്തില്ല, പുറത്തുള്ളവരൊക്കെ സാധുക്കളാ. നമ്മൾ വെറുതെ പറയണതാ ശത്രുക്കള് എന്ന്. ആരാണ് യഥാർത്ഥ ശത്രു? എവിടെ ഇരിക്കുന്നത്? യഥാർത്ഥ ശത്രു നമ്മുടെ മനസ്സിലായിരിക്കുന്നത്. അതിലൊന്നാമനാണ് കാമം. രണ്ടാമനാരാ? ക്രോധം. കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം. കേട്ടിട്ടുണ്ടോ വാക്കുകള്? കേട്ടിട്ടുണ്ട്. അമ്മമാരൊക്കെ ഈ ഹരിനാമകീർത്തനൊക്കെ വായിക്കണവർക്ക് ഇതൊക്കെ കാണാപ്പാടാ. കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം. ഇതാണ് ഈ ഷഡ്വൈരികൾ എന്ന് പറയുന്നത്. 6 ശത്രുക്കൾ. ഭഗവത്ഗീതയിൽ പറയുന്നത് ഈ കാമത്തെയും ക്രോധത്തെയും ലോഭത്തെയും പറയുന്നത് നരകത്തിന്റെ എൻട്രൻസുകൾ എന്നാണ്, പ്രവേശന കവാടം. നരകത്തിലേക്ക് പോണെങ്കിൽ 3 വികാരം കൊണ്ടു കിടന്നാൽ മതി, കാമവും ക്രോധവും ലോഭവും. പെട്ടെന്ന് നരകത്തിലെത്താം, അല്ലേ? അപ്പൊ നരകത്തിലേക്കുള്ള കവാടങ്ങളാണ്. നരകം എന്ന് പറഞ്ഞാൽ എന്തേ അർത്ഥമുള്ളൂ? വളരെ ദുഃഖഭൂയിഷ്ടമായിരിക്കുന്ന പ്രതലം എന്നേ അർത്ഥമുള്ളൂ. അപ്പൊ ദുഃഖത്തിലേക്ക് പോകണമെങ്കിൽ കാമത്തെയും ക്രോധത്തെയും ലോഭത്തെയും കൂട്ടുപിടിച്ചാൽ മതി. പക്ഷേ നല്ല ഒരു ഭക്തന് നല്ല ഒരു മനുഷ്യനാകേണ്ടതുണ്ട്. ഗുരുദേവൻ നല്ല മനുഷ്യനാകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പ്രാർത്ഥനകളൊക്കെ തന്നെയും എഴുതി തന്നത്. നല്ല ഒരു ഭക്തനാകുന്നതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ എഴുതി തന്നത്. ജീവിതത്തിൽ നമ്മൾ വെറുതെ ജീവിച്ച് മരിക്കരുത്. എന്തെങ്കിലും ഒരു വ്യത്യസ്തത വേണം. ആ വ്യത്യസ്തത എന്ന് പറയുന്നത് എന്തെങ്കിലുമല്ല, അത് ഗുരുദർശനമായിരിക്കണം. ബാക്കിയെല്ലാം സെയിമാ. നമ്മൾ രാവിലെ ഉണരുന്നു, കോഴിയമ്മയും രാവിലെ ഉണരുന്നു. നമ്മൾ അന്നം തേടി നടക്കുന്നു, കോഴിയമ്മയും അന്നം തേടി നടക്കുന്നു.
നമ്മളും കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുന്നു, കോഴിയമ്മയും മുട്ടയിടുന്നു. നമ്മളും ഉറങ്ങുന്നു, കോഴിയമ്മയും ഉറങ്ങുന്നു. ഇനി കോഴിയമ്മയാണെങ്കിലും താറാമ്മയാണെങ്കിലും പശുവാണെങ്കിലും പൂച്ചയാണെങ്കിലും ആരെയാണെങ്കിലും നോക്കിക്കോളൂ. ഉണരണം, ഉറങ്ങണം, ഭുജിച്ചിടണം, പുണരണം. ഈ 4 കാര്യങ്ങളിൽ ജീവിതം തീർന്നു പോവുകയാണ്. ഗുരുദേവൻ അതുകൊണ്ടാണ് ആത്മോപദേശ ശതകത്തിൽ പാടിയത്. എങ്ങനെ പാടി? ഇങ്ങനെയാ പാടിയേ: ഉണരണം, ഇന്നി ഉറങ്ങണം, ഭുജിച്ചിടണം, അശനം പുണരേണമെന്നിവണ്ണം. അണയുമനേക വികൽപ്പമാകയാൽ ആരുണരുവതുള്ളൊരു നിർവികാരൂപം. വളരെ സങ്കടത്തോടെ ചോദിക്കുകയാണ്. എല്ലാവരും 4 കാര്യങ്ങൾ മാത്രം ചെയ്ത് ജീവിതം തീർക്കുവാണല്ലോ. ഉണരണം, ഇനി ഉറങ്ങണം, ഭുജിച്ചിടണം, അശനം പുണരേണം എന്നിവണ്ണം അണയും. അണയിക്ക എന്ന് പറഞ്ഞാൽ എന്താ? കെട്ടുപോവും അല്ലേ? ആ വിളക്കിൽ നമ്മൾ എണ്ണ ഒഴിച്ചില്ലെങ്കിൽ കുറെ കഴിയുമ്പോൾ അത് കെട്ടുപോവും, അണഞ്ഞു പോവും. അത് എത്ര നാളെ കത്തൂ? എണ്ണയുള്ളിടത്ത് സമയം വരെ അത് കത്തൂ. അതിനുള്ള ഇന്ധനമാണ് അതിലുള്ളത്. ആ എണ്ണ വറ്റിയാൽ ആ തിരിനാളം കെട്ടുപോകും. അപ്പൊ നമ്മുടെ ശരീരത്തിലും നമ്മുടെ ജീവനിലും കുറച്ച് ഇന്ധനം നിറച്ച് വെച്ചിട്ടാണ് ഉടയതമ്പരം ഇങ്ങോട്ട് അയച്ചേക്കുന്നത്. ആ ഇന്ധനം തീരണ വരെ നമ്മളും കത്തുള്ളൂ, പിന്നെ സത്തുപോകും. സത്തുപോകുന്നതാണ് പിന്നെ ചത്തുപോയതായത്. നമ്മൾ പറയില്ല ചത്തുപോയി. എന്താണ്? എങ്ങനെ വന്നതാ? സായിൽ നിന്ന് വന്നതാ. സത്തുപോയി എന്നാണ് ഉദ്ദേശിച്ചത്. സത്തുപോയി എന്ന് പറഞ്ഞ് കുറെ കഴിഞ്ഞപ്പോ ചത്തുപോയി എന്നായി. സത്തുപോയി എന്ന് നല്ലതാണല്ലേ, നല്ല വാക്കാണല്ലേ. ചത്തുപോയിന്ന് ഇപ്പൊ ആരെയും പറയില്ല, അങ്ങനെ പറഞ്ഞുകൂടാ. അത് മൃതദേഹത്തെ അവഹേളിക്കുന്ന പോലെയാണെന്നൊക്കെയാ പറയാ. പക്ഷെ അതിന്റെ ഉദ്ദേശം എത്ര ഉണ്ടായിരുന്നുള്ളൂ? സത്തുപോയി. എന്താണോ ഉണ്മ, ആ ഉണ്മ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ജീവിതത്തിൽ നിന്ന് ഈ 4 കാര്യങ്ങൾ മാത്രം ചെയ്ത് സത്ത് പോകുന്നതിന് മുൻപ് എന്ത് ചെയ്യണം? അറിയേണ്ടതിനെ കുറിച്ചുള്ള ഒരറിവ്, കേൾക്കേണ്ടതിനെ കുറിച്ചുള്ള ഒരു കേൾവി, പഠിക്കേണ്ടതിനെ കുറിച്ചുള്ള ഒരു പഠനം, വിചാരം ചെയ്യേണ്ടതിനെ കുറിച്ചുള്ള ഒരു ചിന്തയൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ ഈ കുഞ്ഞു ജീവിതത്തെ തന്നെ ശോഭനമാക്കാനായിട്ട് നമുക്ക് കഴിയും. കുറെ കൂടി സൗന്ദര്യമുള്ളതാക്കാം. എന്നാൽ നമ്മൾ പറഞ്ഞില്ലേ, എന്തിനാ ഈ കുടുംബ ജീവിതത്തിൽ ഗുരുദേവ ദർശനം എന്ത് പ്രസക്തി എന്ന് നമുക്ക് തോന്നാം. ഗുരുദേവ ദർശനവും നമ്മുടെ ജീവിതവുമായിട്ട് എന്ത് പ്രസക്തി എന്ന് നമുക്ക് തോന്നാം. നിങ്ങൾ നോക്കൂ, ഇന്ന് എല്ലാ വിദ്യാഭ്യാസം ചെയ്ത ആളുകൾ പോലും, എത്ര ഡിഗ്രികൾ എടുത്തവർ പോലും, എത്ര സ്വത്ത് സമ്പാദിച്ചവർ പോലും, എല്ലാവർക്കും ജീവിതം മടുത്തിരിക്കുകയാണ്, വിരസമാണ്, ബോറടിക്കുകയാണ് അല്ലേ? എന്തൊക്കെ ഒരുപാട് പഠിച്ചവർ പോലും അവർക്ക് ഏകാന്തമായ ഒരിടത്ത് തനിച്ചിരിക്കാൻ പറ്റുന്നില്ല. ഇത്തിരി നേരം പോലും അവർക്ക് തനിയെ ഇരിക്കാൻ പറ്റുന്നില്ല. ഇത്തിരി നേരം പോലും ഏകാന്തതയിൽ ഇരിക്കാൻ പറ്റുന്നില്ല. ഇത്തിരി നേരം പോലും സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ എന്തൊക്കെ ആർജിച്ചു എന്ന് പറഞ്ഞാലും ഒരു 5 മിനിറ്റ് പോലും ശാന്തമായി ഇരിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ ശാന്തത നമ്മുടെ ഉള്ളിൽ ഇല്ലാത്തിടത്തോളം കാലം നമുക്ക് എന്തുണ്ടാവില്ല? സുഖം ഉണ്ടാവില്ല. അശാന്തി ഉള്ളവന് സുഖം എവിടെയെന്നാണ് ഗീത ചോദിക്കുന്നത്. അശാന്തസ്യ കുതസുഖം. ശാന്തി ഇല്ലാത്ത മനസ്സിൽ എവിടെ സുഖം അല്ലെ? എല്ലാം ചെയ്തു, എല്ലാം നേടി, ശാന്തി ഇല്ല. തീർന്നില്ലേ? ഒന്നും ചെയ്യണ്ട, ഒന്നും നേടണ്ട, ശാന്തിയുണ്ട്. അതാണ് പരമമായ തൃപ്തി എന്ന് പറയുന്നത്. അപ്പൊ ആ ശാന്തിയിലേക്ക് നമ്മളെ നയിക്കുന്നത്, ആ സമാധാനത്തിലേക്ക്, ആ സന്തോഷത്തിലേക്കൊക്കെ നമ്മളെ നയിക്കുന്നത് എന്താണ്? ഗുരുവിന്റെ വാക്കുകളാണ്, ഗുരുവിന്റെ അരുളും പൊരുളുമാണ്. ആ ഗുരുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് കൂട്ടുപിടിക്കുമ്പോഴാണ് ജീവിതത്തിന് പുതിയ ഒരു മാനം, പുതിയ ഒരു അർത്ഥം, പുതിയൊരു കാഴ്ചയൊക്കെ വരും. ഒരു പുതിയ രീതിയിൽ നമുക്ക് ജീവിതത്തെ നോക്കി കാണാനായിട്ട് കഴിയും. നമ്മൾ വിഷമിക്കില്ല, നമ്മൾ ദുഃഖിക്കില്ല. എത്ര വിഷമങ്ങള്, എത്ര പ്രതിസന്ധികള്, എത്ര പ്രയാസങ്ങള്, എത്ര രോഗങ്ങളും ദുരിതങ്ങളൊക്കെ വന്നാലും അതിനെയൊക്കെ ഉല്ലംഘിക്കുന്ന ഒരു അറിവ് വന്ന് നമ്മളെ ആശ്വസിപ്പിക്കും.
ആ അറിവിന്റെ പേരാണ് ഗുരു എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ജീവിതത്തിൽ ഗുരു വേണം. സദ്ഗുരുലാഭത്തെക്കാൾ ശ്രേഷ്ഠമായിട്ട് ഒന്നുമില്ല. ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ്? നമുക്കാണെങ്കിലും കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹം എന്താ? ഈ ചിത്രത്തിലിരിക്കുന്ന മൂപ്പിലാനാണ്. ഇതിലും വലിയൊരു അനുഗ്രഹം ഇനി കിട്ടാനില്ല. ഗുരുവിനോളം വലിയ അനുഗ്രഹം നമുക്ക് കിട്ടാനില്ല. നമ്മൾ എവിടം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ നമ്മൾ സ്വായത്തമാക്കിയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ നമ്മൾ നേടിയിട്ടുണ്ടെങ്കിൽ ഈ ഒടയ തമ്പുരാന്റെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ് അല്ലേ? ഇപ്പോൾ എവിടെ ചെന്നാലും, കേരളക്കരയിലാകട്ടെ, കേരളത്തിന് പുറത്താകട്ടെ, ഭാരതത്തിന് പുറത്താകട്ടെ, എത്ര ഇടങ്ങളിലാണ് ഗുരുവിനിരിക്കാൻ മണ്ണുള്ളത്? നിസ്സാര കാര്യമാണോ? ഓണേക്കരയിൽ പലവിധ കാര്യങ്ങളും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന ഭൂമിക്കിടയിലും ഗുരുദേവൻ ഇരിക്കാൻ ഒരിടമുണ്ട്. ഇത് നിസ്സാരമായ കാര്യമല്ല. അത് ഗുരു ചെയ്തു വെച്ച വലിയ ഒരു സംഭാവനയുടെ ബാക്കി പത്രമാണ്. ഗുരു നമ്മോട് കാണിച്ച കാരുണ്യത്തിന് നമ്മൾ തിരിച്ചു കാണിക്കുന്ന കൃതജ്ഞതയാണിതെല്ലാം. അപ്പൊ ആ ഗുരുവാണ് നമുക്ക് ഇരിക്കാൻ ഇടമുണ്ടാക്കി തന്നത്. ആത്യന്തികമായിട്ട് നമുക്ക് ഇരിക്കാനും കിടക്കാനും ഒന്നും ഇടയില്ലായിരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് പ്രാർത്ഥനകളില്ലായിരുന്നു. അപ്പോൾ ഒരു തരത്തിലും വ്യത്യസ്തത ഇല്ലാതിരുന്ന നമ്മളെ, ഒരു തരത്തിലും ഒരു വ്യക്തിത്വം ഇല്ലാതിരുന്ന നമുക്ക് വ്യക്തിത്വം നൽകിയത് ശ്രീനാരായണ ഗുരുദേവനാണ്. അതുകൊണ്ടാണ് ആ ഗുരുവിൻ്റെ മഹിമയെ അടുത്തറിയണം എന്ന് പറഞ്ഞത്. ആ ഗുരുവിൻ്റെ മഹിമയെ അടുത്തറിയാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മളിപ്പോൾ പറഞ്ഞ് കാമം മുൻപായി മുളയ്ക്കും കളമുളകൾ അറുത്ത്. അതൊരു പ്രാർത്ഥനയാണ്. എൻ്റെ മനസ്സിൽ എപ്പോഴെങ്കിലുമൊക്കെ അനാവശ്യമായ ആഗ്രഹം വരുന്നുണ്ടെങ്കിൽ അതിനപ്പം തന്നെ വേരോടെ പിഴുത് കളയണേ ഭഗവാനെ. അപ്പം തന്നെ കളയണം. കുറെ കഴിഞ്ഞിട്ടൊന്നും കളഞ്ഞിട്ട് കാര്യമില്ല. ആഗ്രഹം, കാമം എന്ന വാക്കിന്റെ അർത്ഥം എന്തേ ഉള്ളൂ? ആഗ്രഹം എന്നേ അർത്ഥമുള്ളൂ. കാമം എന്ന് പറഞ്ഞാൽ ആഗ്രഹം. എന്ത് വസ്തുവിനോട്, വിഷയത്തോട് നമുക്ക് ആഗ്രഹം ഉണ്ടാകുന്നുവോ അതിന്റെ പേരാണ് കാമം. അപ്പൊ മനസ്സിൽ തീക്ഷ്ണമായിരിക്കുന്ന വിഷയങ്ങളോടുള്ള ആഗ്രഹം വരുമ്പോ മുരുകനോട് പറയണം, ഓടി വന്ന് ആ തങ്കമയിലൊന്ന് കേറി, ഇനി സ്വർണ്ണമയില് കിട്ടിയില്ലെങ്കിൽ കിട്ടണ മയില് പിടിച്ച് എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ മനസ്സിലെ കളകളൊക്കെ ഒന്ന് പിഴുത് കളയണേ മുരുക. കാമം മുൻപായി മുളയ്ക്കും കളമുളകളറുത്ത്. പ്രാർത്ഥന പോണ പോക്ക് നോക്കൂ. നമ്മൾ എത്രമാത്രം ശുദ്ധീകരിക്കുന്നു ഇങ്ങനത്തെ പദങ്ങളൊക്കെ. നമ്മളത് അറിഞ്ഞു ചൊല്ലുമ്പോൾ നമ്മുടെ മനസ്സെത്ര ശാന്തമാകും എന്നറിയാമോ? നമ്മുടെ ഉള്ളിൽ നിന്ന് കാമത്തിന്റെ എല്ലാ ലാഞ്ചനകളും പോവുകയാണ്. ആ കാമത്തെയാണ്, ആ കളകളെയാണ് പിഴുത് കളയണം എന്ന് പറയുന്നത്. അതൊരു കളയാണ്, അതൊരു മോശം ചെടിയാണ്. അതിനെ അറുത്തിട്ട് എന്ത് ചെയ്യണം? ഈ കാമത്തെ കളഞ്ഞിട്ട് എന്ത് ചെയ്യണം? മദ്ഭക്തി പൊടിപ്പിൻ. നല്ല വിത്ത് പാകണം. എന്ത് വിത്താ പാകേണ്ടത്? ഭക്തിപ്പൊടിപ്പ്, ഭക്തിയാകുന്ന വിത്ത് പാകണം. കാമവും ക്രോധവും ലോഭവും ഒക്കെ ആകുന്ന കളകളൊക്കെ പിഴുത് മാറ്റിയിട്ട് ഭക്തിയാകുന്ന പൈർമണികൾ കൊണ്ടിട്ട് അതിൽ നിന്ന് സുലഭമായ കനികൾ ഉണ്ടാക്കി തരണേ താരകാരേ. താരകാരേ, താരകാരനാരാ? താരകന്റെ അരി. അരി എന്ന് പറഞ്ഞാൽ എന്താ? ഊണ് കഴിക്കാൻ വെക്കണ സാധനമല്ല. അരി എന്ന് പറഞ്ഞാൽ ശത്രു എന്നർത്ഥം. താരകന്റെ ശത്രുവേ താരകാരേ, താരകാസുരന് അല്ലേ? നമ്മള് ഒന്നുമില്ലെങ്കിൽ സിനിമാ പാട്ടിലെങ്കിലും കേട്ടിട്ടുണ്ടാവുമല്ലോ, പുലിമുരുകനിലൊക്കെ അല്ലേ? താരകാസുരൻ, താരകാസുരൻ ഓടി വന്നു എന്നൊക്കെ പറഞ്ഞ് ജില്ലമ്പടപടയൊക്കെ പാട്ടുകള്. അപ്പൊ ആ താരകാസുരനെ നിഗ്രഹിക്കാൻ വേണ്ടി പിറന്ന സേനാപതിയാണ് മുരുകൻ. വെറുതെ അല്ല പിറവിയെടുത്തത്, ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. ഏറ്റവും വലിയ കീടത്തെ, ഏറ്റവും വലിയ കളയായിരിക്കുന്ന താരകാസുരനെ നിഗ്രഹിക്കാനുള്ള ദൗത്യത്തോടു കൂടി പിറന്ന മൂർത്തിയെ. അപ്പൊ എന്തിനാ അങ്ങനത്തെ വാക്ക് അവിടെ വെക്കണേന്ന് ചോദിച്ചാല്, നമ്മുടെ മനസ്സിലും ഉണ്ട് ഇങ്ങനത്തെ കുറെ അസുരന്മാര്. താരകാസുരനുണ്ട്, താടകയുണ്ട്, ശൂർപ്പണഖയുണ്ട്, ഖരനുണ്ട്, പലവിധമായ അസുരന്മാര് നമ്മുടെ ഉള്ളിലും ഉണ്ട്. മഹിഷാസുരനുണ്ട്. ഇവരുടെയൊക്കെ പേരാണ് എന്താണ്? കാമമെന്നും ക്രോധമെന്നും ലോഭമെന്നും ഒക്കെ. അപ്പൊ അതിനെയൊക്കെ കളഞ്ഞിട്ട് ഭക്തിയാകുന്ന പയർമണി വിതച്ച്
അതിൽ നിന്ന് ഈശ്വരഭക്തിയാകുന്ന പയർമണി വിതച്ച് അതിൽ നിന്ന് ഒരു കനി, അതിൽ നിന്ന് ഒരു ഫലം, അതിൽ നിന്ന് ഒരു വിളവെടുപ്പ് എനിക്ക് ഉണ്ടാക്കി തരില്ലേ സുബ്രഹ്മണ്യ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെയാ ഗുരുവിന്റെ കൃതികളിലൂടെ ഓരോന്നിലൂടെയും കൊണ്ടുപോകുന്നത്. ഇപ്പൊ ശിവപ്രസാദ പഞ്ചകം എടുക്കുകയാണെങ്കിലും അതിന്റെ അവസാനം എന്താ പറയുന്നത്? 5 പദ്യമല്ലേ ഉള്ളൂ, എല്ലാവരും എന്നും ചൊല്ലുന്നതാ അല്ലേ? കനിവെന്നിലിരുത്തി അനങ്കരസ കനി തട്ടിയെറിഞ്ഞു കരം കഴുകി തനി മുക്തി പഴുത്തു ചൊരിഞ്ഞൊഴുകും കനക കൊടിയേ കടലേക്കുക നീ. അല്ലേ? കനിവെന്നിലിരുത്തി, എന്നോട് കനിയണം, ഭഗവാന്റെ അടുത്ത് കെഞ്ചാണ്, എന്നോട് ഇത്തിരി കൃപ, ഒരിത്തിരി കനിവ് കാണിക്കണം. കനിവെന്നിലിരുത്തി അനങ്കരസക്കനി തട്ടിയെറിഞ്ഞ്. എന്താണ് എൻ്റെ കയ്യിൽ ഇപ്പം ഇരിക്കണത്? അനങ്കരസക്കനി. അതെന്തോന്ന് കനി? ലുലുമാളിൽ കിട്ടുമോ ആ കനി? എടപ്പള്ളി പോയാല് ലുലുമാളിൽ കിട്ടില്ല കേട്ടോ ഇങ്ങനത്തെ കനിയൊന്നും. അനങ്കരസക്കനി എന്ന് പറയാം കാമപ്പഴം. കാമദേവനാകുന്ന പഴം എന്ന് വെച്ചാലോ ആഗ്രഹങ്ങളുടെ പഴം, ദുരാഗ്രഹങ്ങളുടെ പഴം, ആർത്തിയുടെ പഴം, ആക്രാന്തത്തിന്റെ പഴം. ഇതാണ് അനങ്കരസക്കനി. അപ്പൊ പ്രാർത്ഥിക്കുകയാണ്, അനങ്കരസക്കനി തട്ടിയെറിഞ്ഞ്. എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഉള്ളത് കുറേ ആഗ്രഹങ്ങളാണ്. ഒരിടത്തും എത്താത്ത, എങ്ങും എത്താത്ത, ഒരു പ്രയോജനവുമില്ലാത്ത കുറേ ദുരാഗ്രഹങ്ങൾ മാത്രമാണ് എൻ്റെ കയ്യിലും ഉള്ളത്, എൻ്റെ മനസ്സിലും ഉള്ളത്. അതുകൊണ്ട് ശിവപെരുമാനെ, നീ എൻ്റെ കയ്യിൽ നിന്ന് ആ കാമപ്പഴത്തെ ഒന്ന് തട്ടി മാറ്റിയിട്ട് ആ കാമപ്പഴം ഇരുന്ന കൈ ഒന്ന് കഴുകി ശുദ്ധമാക്കി തരൂ. കനിവെന്നിലിരുത്തി അനങ്കരസക്കനി തട്ടിയെറിഞ്ഞ് കരം കഴുകണം. ഓർക്കാറുണ്ടോ അതൊക്കെ ചൊല്ലുമ്പോൾ? ഇതിനിങ്ങനെ ഒരു അർത്ഥമുണ്ട്. എൻ്റെ കൈകൾ കഴുകിത്തരണം. എന്നിട്ട് നീ അവിടെ എന്ത് വെച്ച് തരണം? ശൂന്യമായ കൈകളില് ഈ കാമപ്പഴം ഇരുന്ന കൈ കഴുകിയിട്ട് അതിലെന്ത് ചെയ്യണം? തനി മുക്തി പഴുത്തു ചൊരിഞ്ഞൊഴുകും. മുക്തിയാകുന്ന നിന്റെ കയ്യിലിരിക്കുന്ന പഴം എനിക്ക് നൽകണം. മോക്ഷമാകുന്ന പഴം നൽകണം. ഈശ്വരാനുഗ്രഹമാകുന്ന പഴം നൽകണം. ഈശ്വര ദർശനമാകുന്ന കനി നൽകണം. അപ്പോൾ ഒരു കനി പോകേണ്ടതുണ്ട്, ഒരു കനി വരേണ്ടതുണ്ട്. പോകേണ്ട കനിയുടെ പേരാണ് അനങ്കരസക്കനി, കിട്ടേണ്ട കനിയുടെ പേരാണ് മുക്തി. തനി മുക്തി പഴുത്ത് ചൊരിഞ്ഞൊഴുകുന്ന കനി എന്ന് പറയാം. ഇതൊക്കെയാണ് ഗുരുവിന്റെ പ്രാർത്ഥനാഗീതങ്ങളുടെ ഒരു പ്രത്യേകത, ഇത്തരത്തിലുള്ളതാണ്. അതുകൊണ്ടാണ് ഭക്തിയുള്ള മനസ്സ് എന്ന് പറയുന്നത് അത്യന്തം സുന്ദരമാണ് എന്ന് ഗുരുവിനറിയാം. മനസ്സില് ഈ ഭക്തിയാകുന്ന പയർമണി വിതയ്ക്കണമെങ്കിൽ എന്ത് വേണം? അത്യന്തം മനസ്സ് നിർമ്മലമാകും. അത്രയും പ്രാധാന്യം ഗുരു ഭക്തിക്ക് കൊടുത്തിട്ടുണ്ട് എന്ന്. ഭക്തിയില്ലാത്തവന് ഉപ്പില്ലാത്ത കഞ്ഞി കൊടുക്കണം. ഭക്തിയില്ലാത്തവന്റെ ജീവിതം എങ്ങനെയാ? ഉപ്പില്ലാത്ത കഞ്ഞി പോലെ. നമ്മൾ പറയില്ല, നീ ഇല്ലാത്ത ജീവിതം, എനിക്ക് ഉപ്പില്ലാത്ത. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അതൊന്നും അറിയില്ല. പണ്ടത്തെ നമ്മുടെയൊക്കെ കാലത്താണ് അങ്ങനെയൊക്കെ കേട്ടേക്കണം. ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ്. ഉപ്പില്ലാത്ത കഞ്ഞിക്ക് എന്താ കുഴപ്പം? ഒരു സ്വാദില്ല. കഞ്ഞി എത്ര നന്നായി വെന്തു എന്ന് പറഞ്ഞാലും കാര്യമില്ല. കഞ്ഞിയാണോ കുടിക്കണേ? ഇച്ചിരി ഉപ്പ് നിർബന്ധ അല്ലേ? ബാക്കി എന്തും നമ്മൾ ഉപ്പില്ലാതെ കഴിക്കും. കഞ്ഞിയാണെങ്കിൽ ഇത്തിരി ഉപ്പ് വേണം. അപ്പൊ അതാണ് ജീവിതത്തിന്റെ ഉപ്പ്. എന്താണ്? ജീവിതത്തിന്റെ ഉപ്പിന്റെ പേരാണ് ഭക്തി. അപ്പൊ നമ്മുടെ ജീവിതമാകുന്ന കഞ്ഞിക്ക് ഭക്തിയാകുന്ന ഉപ്പ് കൂടി ചേരുമ്പോഴാണ് ജീവിതത്തിനൊരു നിറവുണ്ടാവുള്ളൂ, ജീവിതത്തിനൊരു സൗന്ദര്യം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എല്ലാറ്റിനെയും വിമർശിക്കുന്ന, എല്ലാറ്റിനെയും നിരാകരിക്കുന്ന, എല്ലാറ്റിനെയും മാറ്റിവെക്കുന്ന വളരെ മർക്കടമുഷ്ടിയായിട്ടുള്ള ഒരാളായിട്ട് മാറും. ഒന്നിനോടൊരു പ്രതിബദ്ധതയില്ലാതെ, ഒന്നിനോടും ഒരു കീഴ്വഴക്കമില്ലാതെ, ഒന്നിനോടും ഒരു വണക്കമില്ലാതെ, ഒന്നിനോടും ഒരു വിനയമില്ലാത്തവനായിട്ട് നമ്മൾ മാറും. ഈ ഉപനിഷത്തില് ശ്വേതകേതു എന്ന് പറയുന്ന ഒരു പുത്രനെ അച്ഛനായിരിക്കുന്ന ഉദ്ദാലകൻ ഗുരുകുലത്തിലേക്ക് അയക്കുന്നുണ്ട് വേദം പഠിക്കാൻ. വേദങ്ങളൊക്കെ പഠിച്ച സാധാരണ ബ്രഹ്മജ്ഞാനം കിട്ടും, അതാണ് പതിവ്.
അപ്പം ഈ കുട്ടിയെയും 12 വർഷക്കാലം ഗുരുകുലത്തിലേക്ക് അയച്ചു വേദം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 12 വർഷം കഴിഞ്ഞ് 12ാമത്തെ വയസ്സിൽ അയച്ചിട്ട് 12 വർഷം കഴിഞ്ഞ് ചെക്കൻ യുവാവായതോടുകൂടി തിരിച്ചു വന്നപ്പോൾ അച്ഛൻ നോക്കുമ്പോൾ അച്ഛൻ ഞെട്ടിപ്പോയി. അതിൽ പറയാണ്, എങ്ങനെയാണ് ഈ ശ്വേതകേതു മടങ്ങി വന്നതെന്നറിയാമോ? അനൂജാനമാനി സ്തബ്ധ ശഠഃ, എല്ലാം പഠിച്ചവനാണ് ഞാനെന്ന് ധാർഷ്ട്യത്തോടെ, വണക്കമില്ലാത്തവനായിട്ട്, വിനയമില്ലാത്തവനായിട്ട്, ഇനി എനിക്കൊന്നും അറിയേണ്ടതില്ല, ഞാനെല്ലാം അറിഞ്ഞു എന്ന ഭാവത്തിൽ അഹങ്കാരിയായിട്ട് ഈ മകൻ തിരിച്ചു വന്നു. അപ്പൊ അച്ഛന് മനസ്സിലായി, ഷടാ ഈ പോക്ക് ശരിയാവില്ലല്ലോ, ഇതിനല്ലല്ലോ വിട്ടത്, ബ്രഹ്മജ്ഞാനം ഉണ്ടാവാൻ വേണ്ടി അയച്ചതാ, ഇത് അതും കൂടെ പഠിച്ചു എന്നുള്ള അഹങ്കാരവുമായിട്ടാണല്ലോ വന്നത്, അല്ലേ? നമുക്കിടയിലും ഇല്ലേ അങ്ങനെയൊക്കെ ചില ആളുകൾ, അപൂർവമെങ്കിലും ഗുരുദേവകൃതിയൊക്കെ 2 എണ്ണം പഠിക്കുമ്പോഴേക്കും ഭയങ്കര അഹങ്കാരവും, അഹങ്കാരത്തിനല്ലാട്ടോ ഇതൊന്നും പഠിക്കേണ്ടത്, ഒരഹങ്കാരവും പാടില്ല. എന്ത് നമ്മൾ പഠിക്കുമ്പോഴും പഠിക്കും തോറും അഹങ്കാരത്തിൻ്റെ തോടിങ്ങനെ പൊളിഞ്ഞാ പോണ്ടത്. അതാണ് യഥാർത്ഥ പഠനത്തിൻ്റെ ലക്ഷണം. നമ്മൾ വിചാരിക്കും, ഞാൻ 2 കൊല്ലം പഠിച്ചതാണ്, ഞാൻ 5 കൊല്ലം പഠിച്ചതാണ്, ഞാൻ 10 കൊല്ലം പഠിച്ചതാണ്, നീ ഇന്നലെയല്ലേ വന്ന് പഠിച്ചത്. ഇങ്ങനത്തെ താരതമ്യങ്ങളൊന്നും നടത്തി ആരെയും നോവിക്കരുത്. നമ്മൾ എന്ത് പഠിക്കുന്നതും ആരുടെ മുന്നിലും അവകാശങ്ങൾ ഉന്നയിക്കാനല്ല, നമ്മുടെ വീരസ്യം പറയാനല്ല. നമ്മൾ പഠിക്കും തോറും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വിനയാന്വിതരാകും. അതാണ് യഥാർത്ഥമായ പഠനത്തിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത്. പാടത്ത് നെൽക്കതിര് നിൽക്കുന്നത് കണ്ടിട്ടില്ലേ? നല്ല നിറഞ്ഞ നെൽമണികളുള്ള കതിര് എങ്ങനെയാ നിൽക്കുക? നിറയെ നെൽമണികളുള്ള കതിര് വളഞ്ഞാ നിൽക്കുക. പതിരുള്ള കതിരോ നേട്ടന നിൽക്കും, അല്ലേ? ഇതിങ്ങനെ നിൽക്കും. ചിലത് ഇങ്ങനെ നിൽക്കണ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കിക്കോളൂ, അതിൽ നെല്ലിൻ്റെ ഉള്ളിൽ ഒട്ടും നീരില്ല, ചാഴി ഊറ്റി കുടിച്ചതാ. അന്തസാര ശൂന്യമായിരിക്കുന്ന നെൽമണിയുള്ള കതിര് നെട്ടന നിൽക്കും. നല്ല 100 മേനി വിളവ് തരുന്ന കതിര് വളഞ്ഞു നിൽക്കും. അതെന്താ? അറിവ് കൂടുന്തോറും മനുഷ്യന്റെ തല കുനിഞ്ഞു വരണം. അതാണ് യഥാർത്ഥമായിരിക്കുന്ന അറിവ്. ഗുരുദേവ ദർശനമാണെങ്കിലും ഏത് ദർശനമാണെങ്കിലും ഗീതയാണെങ്കിലും ഉപനിഷത്താണ്, എന്ത് നമ്മൾ പഠിക്കുമ്പോഴും ആ പഠനം പ്രയോജനപ്പെട്ടോ എന്നറിയുന്നത് അത് നമ്മളുടെ പെരുമാറ്റത്തിലാണ്, നമ്മളുടെ വിനയത്തിലാണ്, നമ്മളുടെ ചിന്തയിലാണ്. അത് പറഞ്ഞ് ആരെയും പേടിപ്പിക്കരുത്.